ഹോ 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 ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. നമുക്ക് 460ഉം 461 ഒന്ന് വായിക്കാം. അജോ നിത്യശാശ്വത ഇതി ബ്രൂതേ ശ്രുതിരമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുതഃ പ്രാരബ്ധകൽപനാം. പ്രാരബ്ധം സിദ്ധ്യതി തദാ യദാ ദേഹാത്മനാ സ്ഥിതിഃ. ദേഹാത്മഭാവോ നൈവൈഷ്ടഃ പ്രാരബ്ധം ത്യജ്യതാം അതഃ. പ്രാരബ്ധം, ജ്ഞാനിക്ക് പ്രാരബ്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആചാര്യഭഗവാൻ പറയുന്നത്, ആചാര്യഭഗവാൻ എന്നല്ല ശാസ്ത്രം പറയുന്നത്, ജ്ഞാനിക്ക് ഒരു തരത്തിലും ഒരു വിധത്തിലും പ്രാരബ്ധം ഇല്ലേ ഇല്ല. ഇനിയിപ്പോൾ ആർക്കാ ഇപ്പോൾ പ്രാരബ്ധം? ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിച്ചിരിക്കുന്നവനെ പ്രാരബ്ധമുള്ളൂ. ഇവിടെ അജോ നിത്യ ശാശ്വത ഇതി ബ്രൂതേഹേ ബ്രൂതേ ശ്രുതിരമോഘവാക്. ശ്രുതി എന്താ പറയുന്നത്? ഈ ആത്മതത്വം അത് അജമാണ്, ജനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജന്മരഹിതമാണ്, നിത്യമാണ്, ശാശ്വതമാണ്. ഇങ്ങനെയൊക്കെ ശ്രുതിയുടെ ഒരിക്കലും വ്യർത്ഥമാകാത്ത വാക്കുകളുള്ളപ്പോൾ അങ്ങനെയുള്ള ആത്മാവുമായിട്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരു ജ്ഞാനിക്ക് എവിടുന്ന് പ്രാരബ്ധം ഉണ്ടാകാനാണ്? ആത്മാവിന് ജന്മം തന്നെ ഇല്ല, പിന്നെയാണോ പ്രാരബ്ധം ഉണ്ടാകുക? അപ്പോൾ ഈ ശരീരമാണ്, ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിച്ചിരിക്കുന്നവന് പ്രാരബ്ധം, ശരീരമായിട്ട് ജീവിക്കുന്നവന്, ശരീരവുമായിട്ട് താതാത്മ്യപ്പെട്ട് ഞാൻ അതാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവന്, ശരീരത്തെ ഞാൻ എന്ന് ധരിക്കുന്നവന്, ഈ ശരീരമാണ് ഞാൻ എന്ന് ധരിക്കുന്നവന് പ്രാരബ്ധമുണ്ട്. അപ്പം ജ്ഞാനിക്ക് ശരീരം എന്ന സ്ഥിതി തന്നെ, ശരീരത്തിൻ്റെ സ്ഥിതി തന്നെ ഇല്ല. ശരീരം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജന്മം ഉണ്ടോയെന്ന് അതെ, പുനർജന്മം ഉണ്ടോ? ജന്മം തന്നെ ഇല്ല, പിന്നെ എങ്ങനെ പുനർജന്മം ഉണ്ടാകാനാണ്? ഇങ്ങനെ പറയുന്നു ജ്ഞാനി. അപ്പോൾ അതുകൊണ്ട് പ്രാരബ്ധം ഇല്ലേ ഇല്ല. അപ്പോൾ ശരീരത്തിൻ്റെ പ്രാരബ്ധം അംഗീകരിച്ചുകൂടെ എന്നാണെങ്കിൽ ആത്മാവിന് പ്രാരബ്ധം ഇല്ല. ഈ ശരീരമാണ് ഞാനെന്ന് ധരിച്ചിരിക്കുന്നവന് അവന് പ്രാരബ്ധമുണ്ട്. അതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കി തരികയാണ് ആചാര്യഭഗവാൻ 462 ശ്ലോകത്തിൽ, 2ാമത്തെ ശ്ലോകത്തിൽ. ശരീരസ്യാപി പ്രാരബ്ധ കൽപ്പനാഭ്രാന്തിരേവ ഹി അധ്യസ്തസ്യ കുതഃ സത്വം അസത്യസ്യ കുതോ ജനിഃ അജാതസ്യ കുതോ നാശഃ പ്രാരബ്ധമസതഃ കുതഃ. ശരീരസ്യാപി പ്രാരബ്ധ
കൽപ്പനാ ഭ്രാന്തിരേവ ഹി അധ്യസ്തസ്യ കുതഃ സത്വം അസത്വസ്യ കുതോ ജനിഃ അജാതസ്യ കുതോ നാശഃ പ്രാരബ്ധം അസതഃ കുതഃ. ശരീരസ്യ അപി പ്രാരബ്ധ കൽപ്പന ഭ്രാന്തിഃ ഏവ. അപ്പം ജ്ഞാനിയുടെ ശരീരത്തിന് എന്തായാലും ശരീരം നമ്മളുടെ ശരീരം പോലെ തന്നെയാണ് ജ്ഞാനിയുടെ ശരീരവും. അപ്പം അതുകൊണ്ട് ശരീരത്തിന് എന്തായാലും പ്രാരബ്ധം അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെ ആചാര്യ ഭഗവാൻ വളരെ വ്യക്തമായി, നമ്മൾ കുറേ ശ്ലോകങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഇത് വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഒറ്റയടിക്ക് ആദ്യമായിട്ടൊക്കെ ഈ വിഷയം കേൾക്കുമ്പോൾ വളരെയധികം കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് മുമ്പുള്ള ശ്ലോകങ്ങൾ കേട്ടിട്ടാണ് ഈ ഭാഗം കേൾക്കേണ്ടത്. അപ്പോൾ ശരീരസ്യ അഭി പ്രാരബ്ധ കൽപ്പന ഭ്രാന്തിഃ ഏവ. ശരീരത്തിന് പ്രാരബ്ധമുണ്ട് എന്നുള്ള ആശയവും ഭ്രാന്തിയാണെന്നാണ് ആചാര്യ ഭഗവാൻ പറയുക. ശരീരസ്യാപി പ്രാരബ്ധ കൽപ്പന ഭ്രാന്തിഃ ഏവ ഹി എന്നുള്ളത് എന്താ? നിശ്ചയമായിട്ടും ശരീരത്തിനും പ്രാരബ്ധമില്ല. എന്താ ഈ ശരീരം? അധ്യസ്തസ്യ കുതഃ സത്വം. അധ്യസ്തസ്യ ശരീരം അധ്യസ്ഥമാണ് അല്ലേ? എന്നിൽ അധ്യസ്ഥമാണ്. ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്. ആ എന്നിൽ അധ്യസ്തസ്യ കുതഃ സത്വം. അധ്യസ്ഥമായിട്ടുള്ള ഒന്നിന് എവിടുന്ന സത്വത്വ ബുദ്ധി കിട്ടുക? അധ്യസ്ഥമായ ഒന്നിന് എന്ത് പ്രാരബ്ധമാണുള്ളത്? കയറിന് പ്രാരബ്ധമുണ്ടോ? കയറിന് പ്രാരബ്ധമില്ല അല്ലേ? കയറിൽ അധ്യസ്ഥമായിട്ടുള്ള പാമ്പിന് പ്രാരബ്ധമുണ്ടോ? കയറിന് പ്രാരബ്ധമില്ല എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പാമ്പിന് പ്രാരബ്ധമുണ്ട്, ഇങ്ങനെ പറയാൻ പറ്റുമോ? കയറിന് പ്രാരബ്ധമില്ല എങ്കിൽ പാമ്പിനും പ്രാരബ്ധമില്ല. പക്ഷേ പാമ്പ് നമുക്ക് പാമ്പിൻ്റെ ജാതകം വേണമെങ്കിൽ നോക്കാം. എങ്ങനെയാണ് പാമ്പ് ചാകുക? അടി കൊണ്ട് ചാകുമോ? ഇനി ഫ്യൂരിഡാൻ അടിച്ച് ചാകുമോ? വല്ലവരും തല്ലിക്കൊല്ലുമോ? ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പാമ്പിൻ്റെ ജാതകത്തെയൊക്കെ വേണമെങ്കിൽ ഒന്ന് വായിക്കാം, തലയിലെഴുത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. യഥാർത്ഥത്തിലൊന്ന് ഓർത്തു നോക്കൂ, പാമ്പ് എന്നുള്ളത് അധ്യസ്ഥമാണ്. ഏതിൽ അധ്യസ്ഥമാണ്? കയറിൽ അധ്യസ്ഥമാണ്. കയറിനെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അജ്ഞാനത്താൽ ഈ ശരീരം എന്നിൽ അധ്യസ്ഥമാണ് എന്ന് വിവേകത്തിലൂടെ നാം മനസ്സിലാക്കി. ഇത് അജ്ഞാനം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ശരീരത്തെ ഞാനെന്ന് ധരിക്കുന്നതിൻ്റെ പിന്നിൽ ശുദ്ധ അജ്ഞാനമാണ്. അതല്ലാതെ വേറൊരു ദോഷവുമില്ല. അജ്ഞാനമാകുന്ന ദോഷം അത് കുറച്ച് വലിയ ദോഷമാണ് അല്ലേ? അപ്പോൾ പാമ്പ് കയറിൽ അധ്യസ്ഥം എന്ന പോലെ പാമ്പിന് എന്ത് വിധിയാണ് ഉള്ളത്? അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ തരത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ പലതും അല്ലേ, അതൊക്കെ കൊണ്ടാണ് വേദാന്തത്തെ ആർക്കും ഇഷ്ടമല്ലാത്തത്. ഒന്നിനെയും ഒരു തരത്തിലും ആർക്കും ഒന്നും കൊടുക്കാനായിട്ടോ ഒന്നും പറ്റില്ല. അജാതസ്യ കുതോ ജനി അജാതസ്യ കുതോ നാശഃ. അജാതമായിട്ടുള്ള ഒരിക്കലും ജനിക്കാത്ത ഒന്നിന് എവിടെ നിന്ന് നാശം ഉണ്ടാകാനാണ്? അസത്തായിട്ടുള്ള ഒന്നിന് എന്ത് പ്രാരബ്ധം ഉണ്ടാകാനാണ്? അജാതസ്യ കുതഃ നാശഃ. അജാതഃ എന്നുള്ളത് ഒരിക്കലും ഇവിടെ ജനിച്ചിട്ടില്ലാത്ത ഒന്നിന് എവിടുന്ന് നാശം ഉണ്ടാകാനാണ്? ഇനി അപ്പോൾ പരമാർത്ഥ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഒരു തമാശ മാത്രമാണ്. ഒന്നിനും ഒരു സത്യത്വവുമില്ല. ഞാൻ മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം എന്നിൽ അധ്യസ്ഥമാണ് പാരമാർത്ഥിക തലത്തിൽ. ഇനി വ്യാവഹാരിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ജാതകമൊക്കെ എല്ലാം അംഗീകരിക്കാമെങ്കിൽ പിന്നെ അതിനെ അംഗീകരിച്ചുകൂടെ അല്ലേ? അപ്പോൾ വ്യാവഹാരിക തലത്തിൽ എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. എല്ലാറ്റിനും വ്യാവഹാരിക തലത്തിൽ പാരമാർത്ഥ ജ്ഞാനം മാത്രം അറിയണം. ഈ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപദേശം. എനിക്ക് പരമാർത്ഥ ജ്ഞാനം അതല്ലാതെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് വേറൊന്നിൻ്റെയും ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ വൈരാഗ്യവും മുമുക്ഷുത്വവും വിവേകവും എല്ലാം വളരെ അത്യന്തം ഉയർന്ന നിലയിലായിരിക്കും.
പരമാർത്ഥ ജ്ഞാനം മാത്രം അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരുവനോടുള്ള ഉപദേശമാണിതെല്ലാം. പ്രാരാബ്ധത്തിനൊന്നും പാരമാർത്ഥിക തലത്തിൽ ഒരു നിലനിൽപ്പുമില്ല. പ്രാരാബ്ധത്തിന് പാരമാർത്ഥിക തലത്തിൽ ഒരു ഇല്ല. ഇപ്പോൾ സ്വപ്നത്തിലെ വ്യാവഹാരിക തലത്തിൽ ഇതിനൊക്കെ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. സ്വപ്നത്തിലെ വിശപ്പിന് ജാഗ്രത അവസ്ഥയിലെ ഫുഡ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് എങ്കിൽ സാധിക്കില്ല. അപ്പോൾ സ്വപ്നത്തിലെ വിശപ്പിന് സ്വപ്നത്തിലെ ആഹാരം തന്നെയാണ് പരിഹാരം. അപ്പോൾ ദൈനംദിന ജീവിതത്തിൽ എന്താ വേദാന്തത്തിൻ്റെ പ്രസക്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈനംദിന ജീവിതം തന്നെ ഇല്ലാണ്ടാകും. പിന്നെയാണ് അപ്പോൾ പുനർജന്മം ഉണ്ടോ? ഈ ജന്മം തന്നെ ഇല്ല. പിന്നെയാണോ പറഞ്ഞുവല്ലോ ഈ ശ്ലോകങ്ങൾ ഒറ്റയടിക്ക് അവിടെ ഇവിടത്തെയും കേട്ടിട്ട് ഇതാണ് എന്ന് മനസ്സിലാക്കി കൂടാ കേട്ടോ. ഇത് ഒന്നിൻ്റെ തുടർച്ചയാണ്. പക്ഷേ ഇവയൊന്നും മിക്സ് ചെയ്യുമരുത്. പാരമാർത്ഥിക തലവും വ്യാവഹാരിക തലവും ഒന്നും ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിൽ രഘുഗണനോട് ആ ജഡഭരതനായിട്ടുള്ള മഹാത്മാവ് പറയുന്നുണ്ട്, ആ കോവിദവാദ അങ്ങ് വലിയ പണ്ഡിതനെ പോലെയാണ് സംസാരിക്കുന്നത്. പണ്ഡിതന്മാരാരും ഈ പാരമാർത്ഥിക തലവും ഈ വ്യാവഹാരിക തലവും തമ്മിൽ മിക്സ് ചെയ്യില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കലർത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മെ ആരെങ്കിലും അധികം താമസിക്കാതെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോയിടും. ഇതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുണ്ട് എങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ആദ്യമേ തന്നെ പറഞ്ഞുവല്ലോ, ഈ ഭാഗങ്ങളൊക്കെ തുടർച്ചയാണ്, പലതിൻ്റെയും തുടർച്ചയായിട്ടാണ് കേൾക്കേണ്ടത്. ഒറ്റ ക്ലാസ്സായിട്ട് കേട്ടിട്ടുണ്ട് എങ്കിൽ ശരിയാകില്ല. അപ്പോൾ ആചാര്യ ഭഗവാൻ ക്രമികമായിട്ടാണ് ഇവ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഉന്നതമായിട്ടുള്ള സത്യത്തെ വളരെ ക്രമികമായിട്ട് പടിപടിയായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ ആദ്യം സഞ്ചിതവും ആഗാമിയുമായിട്ടുള്ള എല്ലാ കർമ്മവും ബ്രഹ്മജ്ഞാനത്താൽ നശിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പ്രാരബ്ധം അവശേഷിക്കും എന്ന് പറഞ്ഞു. ആദ്യം എങ്ങനെയാണ് കേട്ടോ തുടങ്ങിയത്, ഈ ടോപ്പിക്ക് തുടങ്ങിയത് ഇങ്ങനെയാണ്. ആഗാമിയും അതുപോലെ സഞ്ചിതവുമായിട്ടുള്ളതെല്ലാം ബ്രഹ്മജ്ഞാനത്താൽ നശിക്കും, പക്ഷേ പ്രാരബ്ധം അവശേഷിക്കും എന്ന് പറഞ്ഞു. അത് അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞു. കാരണം അത് ഫലം തൊടുത്തുവിട്ട അമ്പ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞുവല്ലോ. അത് ഓൾറെഡി ഫലം തരാനായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിതെന്ന് പോലും പറയാൻ പറ്റില്ല, ബ്രഹ്മം തന്നെയാണെന്നാണ് പറയുക അല്ലേ. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായിട്ട് തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് പ്രാരബ്ധമാണുള്ളത്? അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരീരത്തിന് പ്രാരബ്ധം ഉണ്ടാകും എന്ന് പറഞ്ഞു. കാരണം അത് കർമ്മജന്യമാണ്. നോക്കൂ, പടിപടിയായിട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ആദ്യം ഇതിനെ ഇങ്ങനെ തന്നെ അംഗീകരിച്ച് തന്നെ വരണം. അപ്പോൾ ശരീരത്തിനെ ഞാനെന്ന് കരുതുന്നവന് പ്രാരബ്ധമുണ്ട്. പക്ഷേ യഥാർത്ഥ വിവേകം ഉദിച്ചിട്ടുണ്ട് എങ്കിൽ ആ തീവ്ര അന്വേഷണത്താൽ പോസ്റ്റിൽ ഒരു പിശാചിനെ കണ്ടു രാത്രിയിൽ, കുറച്ച് ലക്കും കൂടെ കെട്ടാ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റിനെ കെട്ടിപ്പിടിച്ച ഒരു പിശാച് നിൽപ്പുണ്ടെന്നൊക്കെ തോന്നും. സത്യത്തിൽ പോസ്റ്റിനും പിശാചിനുമില്ല ഒരു പ്രാരബ്ധം, സത്യത്വമില്ല, പോസ്റ്റിനുമില്ല ഒരു പ്രാരബ്ധം. അപ്പം ശരീരത്തിന് പ്രാരബ്ധമുണ്ട് എന്നുള്ളത് കൽപ്പന മാത്രമാണ്, വെറും ഒരു കൽപ്പന മാത്രമാണ്. ഇപ്പോൾ ശാസ്ത്രം പറയുന്നുവല്ലോ, പണ്ഡിതന്മാരും പറയുന്നുവല്ലോ, മഹാത്മാക്കളുടെ അനുഭവവും അങ്ങനെയാണല്ലോ എന്നൊക്കെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 463. ജ്ഞാനേനാജ്ഞാനകാര്യസ്യ സമൂലസ്യ ലയോ യതി തിഷ്ഠത്യയം കഥം ദേഹഃ ഇതി ശങ്കാവതോ ജഡാൻ സമാധാതും ബാഹ്യദൃഷ്ട്യാ പ്രാരബ്ധം വദതി ശ്രുതിഃ. ജ്ഞാനേനാജ്ഞാനകാര്യസ്യ സമൂലസ്യ ലയോ യതി തിഷ്ഠത്യയം കഥം ദേഹഃ ഇതി ശങ്കാവതോ ജഡാൻ സമാധാതും ബാഹ്യദൃഷ്ട്യാ പ്രാരബ്ധം വദതി ശ്രുതിഃ. അപ്പോൾ ഭോഗത്താലേ പ്രാരബ്ധം നശിക്കുകയുള്ളൂ എന്ന് ശാസ്ത്രം പറഞ്ഞുവല്ലോ, പണ്ഡിതന്മാരും പറയുന്നുവല്ലോ. അതിന് കാരണം എന്താണെന്നാണെങ്കിൽ ജ്ഞാനേന അജ്ഞാനകാര്യസ്യ സമൂലസ്യ ലയോ
യതി ഹ ജ്ഞാനേന അജ്ഞാനകാര്യസ്യ സമൂലസ്യ ലയോ യതി, അതായത് ജ്ഞാനത്താൽ യതി എന്ന് വെച്ചാൽ ഇൻ കേസ് എങ്ങനെയാണെങ്കിൽ ലയഃ സമൂലസ്യ അജ്ഞാന കാരണസ്യ ജ്ഞാനേന അജ്ഞാന കാര്യസ്യ ജ്ഞാനേന, ജ്ഞാനത്താൽ അജ്ഞാനവും അജ്ഞാനത്തിൻ്റെ കാര്യവും സമൂലം നശിക്കുക എന്നാണെങ്കിൽ, ഇത് സമൂലം നശിക്കുക എന്നാണെങ്കിൽ ഈ പദം നല്ലതുപോലെ നോക്കണേ. ജ്ഞാനേന അജ്ഞാന കാര്യസ്യ സമൂലസ്യ ലയോ യതി ലയഃ സമൂലസ്യ അജ്ഞാന കാര്യസ്യ ജ്ഞാനേന, ജ്ഞാനത്താൽ ഈ അജ്ഞാനവും അജ്ഞാന കാര്യവുമെല്ലാം നശിക്കും എന്നാണെങ്കിൽ തിഷ്ഠതി അയം കഥം ദേഹ, ഈ ദേഹം, ഈ ജ്ഞാനിയുടെ ദേഹം എങ്ങനെ നിലനിൽക്കും? ഇത്തരത്തിലുള്ള ശങ്ക ഉന്നയിക്കുമ്പോൾ ശിഷ്യൻ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഗുരു, ജ്ഞാനത്താൽ അജ്ഞാനവും അജ്ഞാനത്തിൻ്റെ കാര്യവും എല്ലാം നശിക്കുമല്ലോ, പിന്നെ എങ്ങനെ ഈ ജ്ഞാനിയുടെ ദേഹം, ആ ദേഹം അജ്ഞാന കാര്യമാണല്ലോ ഈ ദേഹവും, ഈ ദേഹം എങ്ങനെ നിലനിൽക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കാവതോ ജഡാൻ സമാധാതും, ഇങ്ങനെ ഈ ശങ്ക ഉന്നയിക്കുന്ന ഒരുവനെ ചുമ്മാ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് മന്ദബുദ്ധികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, വിഡ്ഢികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ജ്ഞാനിക്ക് പ്രാരബ്ധമുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരെ ശാന്തമാക്കാനായിട്ട് ബാഹ്യദൃഷ്ട്യ ശാസ്ത്രം ഒരു ആപേക്ഷിക തലത്തിൽ പ്രാരബ്ധത്തെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ജഡാൻ സമാധാതും, അതായത് ജഡബുദ്ധികളായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ഇത്രയും എടുത്തു കഴിഞ്ഞിട്ടും പിന്നെയും ചോദിക്കുകയാണ്, ശരീരം എന്തു ചെയ്യും, ഇങ്ങനെ ശരീരം എങ്ങനെ നിലനിൽക്കും, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാഹ്യദൃഷ്ട്യ ആപേക്ഷിക തലത്തിൽ ശാസ്ത്രം പ്രാരബ്ധത്തെ പറയുന്നു. പ്രാരബ്ധം നിലനിൽക്കും. ആരുടെ പ്രാരബ്ധം? ചിലപ്പോൾ ഗുരുക്കന്മാർ പറയും, ഓ എൻ്റെ പ്രാരബ്ധം, അല്ലേ? അപ്പോൾ ചിലപ്പോൾ സമഷ്ടി പ്രാരബ്ധം അല്ലെങ്കിൽ വ്യഷ്ടി പ്രാരബ്ധം ഒക്കെ ആകാം. വളരെ പ്രാരബ്ധം നിലനിൽക്കും എന്ന് ശാസ്ത്രം ഈ മന്ദബുദ്ധികളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമുക്കിതൊന്നുകൂടി വായിക്കാം. ജ്ഞാനേന അജ്ഞാനകാര്യസ്യ സമൂലസ്യ ലയോ യതി തിഷ്ഠത്യയം കഥം ദേഹഃ ഇതി ശങ്കാവതോ ജഡാൻ സമാധാതും ബാഹ്യദൃഷ്ട്യാ പ്രാരബ്ധം വദതി ശ്രുതിഃ. 464 ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നതു ദേഹാദി സത്യത്വ ബോധനായ വിപശ്ചിതാം യദശ്രുതേരഭിപ്രായഃ പരമാർത്ഥൈകഗോചരഃ. നതു ദേഹാദി സത്യത്വ ബോധനായ വിപശ്ചിതാം യദശ്രുതേരഭിപ്രായഃ പരമാർത്ഥൈകഗോചരഃ. ഇപ്പം ജ്ഞാനിയുടെ പ്രാരബ്ധ കർമ്മം ശാസ്ത്രം അംഗീകരിക്കുന്നത് മന്ദബുദ്ധികളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ നതു ദേഹാദി സത്വത്വബോധനായ, നതു ദേഹാദി സത്യത്വബോധനായ, ജ്ഞാനിയുടെ ദേഹം സത്യമാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രാരബ്ധത്തെ, ജ്ഞാനിക്ക് പ്രാരബ്ധം ഉണ്ടെന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നത് മന്ദബുദ്ധികളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ശരീരത്തിന് ഒരു തരത്തിലുള്ള സത്യത്വവും കൊടുക്കുന്നില്ല. യതഃ കാരണം ശ്രുതേഹേ അഭിപ്രായഃ പരമാർത്ഥ ഏക ഗോചരഃ.
യതഃ കാരണം ശ്രുതേഹേ അഭിപ്രായ, ശ്രുതിയുടെ അഭിപ്രായം, അതായത് ശ്രുതിയുടെ പരമമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? പരമാർത്ഥ ഏകഗോചര, ആ പാരമാർത്ഥിക തത്വത്തെ ബോധിപ്പിക്കുക, ആ പാരമാർത്ഥിക തത്വത്തെ വെളിപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ് ശ്രുതിയുടെ പരമമായിട്ടുള്ള ഉദ്ദേശം. അപ്പം പ്രാരബ്ധം, അംഗീകാരം എല്ലാം ഒരു കോംപ്രമൈസ് മാത്രമാണ്. ശ്രുതിയുടെ പരമമായിട്ടുള്ള ഉദ്ദേശം എന്താണെന്നും ആ ഉദ്ദേശത്തെ മനസ്സിലാക്കി അതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്നും മനസ്സിലാക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല. മെയിൻ ഇൻറ്റൻഷൻ, അതായത് ഈ വിവേക ചൂടാമണിയുടെ പോലും പ്രധാന ഉദ്ദേശം എന്നുള്ളത് നമ്മളോടൊരു വാദത്തിൽ പ്രാരബ്ധം ഉണ്ടോ പ്രാരബ്ധം ഇല്ലയോ എന്നൊക്കെയുള്ള വാദഗതിയിൽ പെടാൻ വേണ്ടിയിട്ടല്ല. സത്യാന്വേഷിയെ ആത്മാർത്ഥമായിട്ട് താൻ ആരാണ് എന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ചിടത്തോളം നിത്യാനിത്യ വസ്തു വിവേകത്തിലൂടെ നിത്യവസ്തു മനസ്സിലാക്കി താൻ ആ നിത്യവസ്തുവാണ് എന്നുള്ള അറിവിൽ മുഴുകുക എന്നത് മാത്രമാണ് വിവേക ചൂടാമണിയുടെയും ഉദ്ദേശം. അപ്പോൾ സ്വപ്നതലത്തിൽ സത്യം മാത്രമാണ്, അതിലേക്ക് സത്യം എന്നുള്ളത് സത്യത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ അതിലേക്ക് ഉയരുക. അപ്പോൾ സത്യത്തിൻ്റെ തലത്തിൽ സത്യം മാത്രമേ ഉള്ളൂ, അവിടെ പ്രാരബ്ധം ഇല്ല, ഒന്നുമില്ല, അല്ലേ? അപ്പോൾ സത്യത്തിൻ്റെ തലത്തിൽ, സ്വപ്നതലത്തിൽ ഇതെല്ലാം കാണും. സ്വപ്നത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ ഇവിടെ പലതും കണ്ടെന്നിരിക്കും, പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട് സ്വപ്നതലത്തിൽ. പക്ഷേ സത്യത്തിൻ്റെ തലത്തിൽ സത്യം മാത്രമേ ഉള്ളൂ, അതിലേക്ക് ഉയരുക, അതിൽ മുഴുകുക. ഇതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം. നദുദേഹാദി സത്യത്വ ബോധനായ വിഭഷിതാം യദശ്രുതേരഭിപ്രായഃ പരമാർത്ഥൈകഗോചരം ഗോചരഃ. അപ്പോൾ വീണ്ടും ഓർക്കുക, ഈ ശ്രുതിയുടെ ഉദ്ദേശം എന്നുള്ളത് സത്യത്തെ വെളിപ്പെടുത്തി തരിക എന്നത് മാത്രമാണ്. അപ്പോൾ ശാസ്ത്രത്തിലെ പ്രസ്താവനകളെല്ലാം വിവിധ തലത്തിൽ നിന്ന് നോക്കി മനസ്സിലാക്കി ഏത് തലത്തിൽ എങ്ങനെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ വിവിധ സ്റ്റാൻഡ് പോയിൻ്റ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ, അല്ലേ, വിവിധ തലങ്ങളിൽ നിന്ന് നോക്കി കാണേണ്ടതാണ്. അപ്പോൾ ഏത് തലമാണ്, ഏത് തലത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് ശരിയായിട്ട് മനസ്സിലാക്കണം. പിന്നെയോ കൂടിക്കലർത്തുകയും പാടില്ല, കൂടിക്കലർത്തിയാൽ ഉടനെ തന്നെ എല്ലായിടത്തേക്കും കൊണ്ടുപോകും. അപ്പോൾ വ്യാവഹാരിക തലത്തിൽ വ്യാവഹാരിക വസ്തുക്കളുമായിട്ട് ജീവിക്കുമ്പോൾ ആ തലമാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയാണ്, അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് ഒരു പ്രാരബ്ധവുമില്ല, ബ്രഹ്മത്തിന് ഒരു പ്രാരബ്ധവുമില്ല. അപ്പോൾ എങ്ങനെ ദേഹം നിലനിൽക്കും എന്ന് ചോദിക്കുന്ന ഒരുവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാരബ്ധം നിലനിൽക്കുമെന്നൊക്കെ പറഞ്ഞത്. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് തുടർച്ചയാണ്, ക്ലാസ്സുകൾ ഓരോ ശ്ലോകത്തിൻ്റെയും തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇതേക്കുറിച്ചൊരു ജ്ഞാനം ലഭിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ ക്ലാസ് അവസാനിപ്പിക്കാം, ബാക്കി നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.